ഷാജഹാൻ മുംതാസിന് വേണ്ടി ആഗ്രയിൽ താജ്മഹൽ പണിതപ്പോൾ അവരുടെ മകനായ ഔറംഗസേബ് മഹാരാഷ്ട്രയിൽ ഒരു സ്മാരകം പണിയുകയുണ്ടായി. ഒറ്റ നോട്ടത്തിൽ താജ്മഹൽ പോലെ തന്നെയാണ് തോന്നിക്കുന്നത്. അതിന്റെ പേരാണ് ബീബി കാ മക്ബറ. അത് കാണാനാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗറിലാണ്. ഇവിടുന്ന് ബീബി കാ മക്ബറയിലേക്ക് 4 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഞങ്ങൾ എന്തായാലും ഒരു ഓട്ടോ ആക്കി പോകാൻ തന്നെ കരുതി. ഒരു ഓട്ടോ വരുന്നുണ്ട്. നമുക്ക് എത്രയാവും എന്നൊക്കെ ആദ്യം ചോദിച്ചു നോക്കാം. ഇത് ഷെയറിംഗ് ആണ്, ഇത് വേണ്ട. എന്നാലും ചോദിച്ചു നോക്കിക്കോ. ഇല്ല അല്ലേ? 150 രൂപ 4 കിലോമീറ്റർ. അയ്യോ വേണ്ട, അടുത്ത വണ്ടി. ഒരാളില്ലെങ്കിൽ അടുത്ത ആള്. കിतना रुपये? കേറിക്കോ. ഊബറിൽ നോക്കിയപ്പോൾ ഏകദേശം ഇതിന്റെ എത്ര റേറ്റ് ഉണ്ടായിരുന്നു? 80 രൂപ ഉണ്ടായിരുന്നു അല്ലേ? 80 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതന്നെ ആക്കി പോകാന്ന് കരുതി. പിന്നെ ഞങ്ങൾ താമസിച്ച റൂം ഇവിടെയാണ്. ഒരു 2 കിലോമീറ്ററിന് താഴെയൊക്കെ ആണെങ്കിൽ നമുക്ക് നടന്നിട്ട് പോകായിരുന്നു. ഇത്രയും കിലോമീറ്റർ ഉള്ളത് കൊണ്ട് പിന്നെ നടക്കുന്നില്ല. വണ്ടി ഇപ്പോൾ കുറച്ച് ഇടുങ്ങിയ വഴിയാണ് പോകുന്നത്. ഈ ഛത്രപതി സംഭാജി നഗറിൻ്റെ പഴയ പേര് ഔറംഗാബാദ് എന്നാണ്. ഇവിടുത്തെ ഓട്ടോൻ്റെ പുറകിൽ വരെ ഇരിക്കാൻ പറ്റും. അതായത് ലഗേജൊക്കെ വെക്കുന്ന ഒരു ഭാഗമില്ലേ, അവിടെ വരെ സീറ്റ് ഉണ്ട്. ഒരു ഓട്ടോയിൽ മിനിമം 6-7 ആൾക്കാർ എങ്ങനെ ആയാലും പോകും. സിറ്റി ഓഫ് ഗേറ്റ്സ്. നല്ല വഴികളാണ്. 2 വരി 4 വരി പാത തന്നെയാണ്. MSRTC. മിക്കവാറും ഈ ഒരു റൂട്ടിലേക്ക് ബസ്സൊക്കെ ഉണ്ടാവും. പക്ഷേ ഞങ്ങൾക്ക് ഏത് ബസ്സിലാണ് അങ്ങോട്ട് പോകേണ്ടതെന്ന് അറിയില്ല. പിന്നെ ബസ്സിനൊക്കെ വെയിറ്റ് ചെയ്ത് കുറേ ടൈമും വേസ്റ്റ് ആക്കണ്ടല്ലോ. ഇപ്പോൾ വൈകുന്നേരമായി സമയം. ഈ സിറ്റിയിലാകെ 52 കവാടങ്ങളാണുള്ളത്. അതിലിതാ ഒരെണ്ണിപ്പം നമ്മൾ ക്രോസ് ചെയ്യുകയാണ്. ആടുകളൊക്കെ ഇതാ റോഡിലൂടെ നടന്നു പോകുന്നത് കാണാം. ബീബി കാ മക്ബറയിലേക്കുള്ള പാർക്കിംഗ് ഉള്ളത് ഈ ഭാഗത്താണ്. ഇതാ ഇവിടെ മുതൽ തന്നെ ഇനിയിപ്പോൾ തിരക്കൊക്കെ തുടങ്ങി. ശരിക്കും ആൾക്കാർ ഏറ്റവും കൂടുതൽ വരുന്നത് വൈകുന്നേരം തന്നെയാണ്. വെയിലൊക്കെ കുറഞ്ഞുള്ള ആ ഒരു സമയത്ത് ഇതൊരു കുതിരയൊക്കെ പോകുന്ന കാണാം. ഇവിടെയാണ് നമുക്ക് കാണാനുള്ളത്. ഞങ്ങൾ ഈ വണ്ടിയിലാണ് വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വണ്ടീൻ്റെ പുറകിൽ വരെ ഇരിക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടാണ് പോകാനുള്ളത്. ഒരാൾക്ക് എത്രയാണ് ടിക്കറ്റ് നിരക്കെന്നൊക്കെ നമുക്ക് നോക്കാം. ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഇവിടെയും നല്ല തിരക്കൊക്കെ കാണുന്നുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിക്കുള്ള ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ തന്നെ ചെറിയ കഫേകളൊക്കെ കാണാം. ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 25 രൂപയാണ് ആയത്. ഇതുപോലുള്ള കോയിനാണ് കിട്ടുക. ഇന്ത്യക്കാർക്ക് 25 രൂപയും വിദേശിയാണെങ്കിൽ 300 രൂപയാണ് ടിക്കറ്റ് ചാർജ്. നമ്മൾ താജ്മഹലിൽ പോയാൽ ഒരു കവാടം കടന്നിട്ടാണല്ലോ താജ്മഹൽ മുഴുവനായിട്ട് കാണുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു വലിയൊരു കവാടം കടന്ന് വേണം നമ്മൾ അവിടെ എത്താൻ. ഇവിടുന്ന് നോക്കുന്ന സമയത്ത് തന്നെ കാണാം. എന്ത് രസമല്ലേ? ഇതിപ്പോൾ നേരെ അതിൻ്റെ അകത്തേക്ക് കയറി പോവാം. ഇവിടെ ചെക്കിംഗ് ആണ് കേട്ടോ. സെക്യൂരിറ്റി ചെക്കിംഗ് ആണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കാണ് ഇവിടെ കാണുന്നത്.
ഇത് കുറച്ച് പുറത്തുനിന്ന് ആക്കണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നേരെ തന്നെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവായിരുന്നു. ഇപ്പം ഇവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യാം. ഇത് ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം കേട്ടോ. കറക്റ്റ് വ്യൂ ആണ്. ബീബി കാ മക്ബറയുടെ ദൂരെ നിന്നുള്ള ഒരു കാഴ്ച എങ്ങനെയാണ്. ഇനി അതിൻ്റെ കുറച്ചടുത്തേക്ക് പോവാം. ഇതുവഴി നമുക്ക് നടന്നു പോവാം. എല്ലാവരും നല്ല ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. കാരണം പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു താജ്മഹൽ തന്നെയാണ്. നമ്മളങ്ങനെയാണല്ലോ, കാണില്ലേ? ആ ഒരു താജ്മഹലിൻ്റെ അതേ രൂപം തന്നെയാണ്. ചെറിയൊരു വ്യത്യാസമുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് മിനി താജ്മഹൽ എന്നൊക്കെ പറയാം. ഇവിടെയൊക്കെ വെള്ളമൊന്നുമില്ല കേട്ടോ. വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു കാഴ്ച ആയേനെ. മനു പറഞ്ഞ പോലെ തന്നെ മിനി താജ്മഹൽ എന്ന് പറയാം, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ താജ്മഹൽ എന്ന് പറയാം, അല്ലെങ്കിൽ താജ്മഹലിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേർഷൻ ആണെന്ന് കൂടി നമുക്ക് പറയാം. പക്ഷെ നമ്മളെ ഒറ്റ നോട്ടം നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുക. അതങ്ങനെ പറയാൻ കാരണം എന്താ പറയുക, ആ ഒരു മിനാരും ഇല്ലേ, ആ മിനാരും ഈ പറഞ്ഞ ശരിക്കും ആ ഒരു വെള്ള കളറ് അതാണ്. അതായത് ഇതൊക്കെ നമ്മൾ കാണാൻ വരുന്നുണ്ടെങ്കിലോ ശരിക്ക് ഒന്നെങ്കിൽ രാവിലെ വരിക അല്ലെങ്കിൽ വൈകുന്നേരം വരിക. ഇപ്പം ഞങ്ങൾ വന്ന സമയം എന്ന് പറയുന്നത് 4:45. അതുകൊണ്ട് വലിയ വെയിലൊന്നുമില്ല. നട്ടുച്ചക്ക് സമയത്തൊക്കെ വരുവാണെന്നുണ്ടല്ലോ അതൊക്കെ മര്യാദക്ക് നോക്കാൻ പറ്റില്ല, ഒരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ അവസാനമായിട്ട് താജ്മഹലിൽ പോയത് എനിക്ക് തോന്നുന്നു ഒരു 8 മാസം മുന്നെയാണ്. ഞങ്ങൾ നട്ടുച്ചക്ക് പോയത്. ഒരു 1.5 അവസാനം മര്യാദക്ക് ഫോട്ടോ എടുക്കാൻ വെയിൽ അടിച്ച് കയറുന്നു, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊന്നും ഒരിക്കലും പോവാതിരിക്കുക. ഇപ്പൊ നടന്ന ഏകദേശം അടുത്തെത്താനായി. പിന്നെ ഉണ്ടല്ലോ ഇവിടെ ഒരുപാട് മലയാളീസ് വന്നിട്ടുണ്ട്. എനിക്കൊന്ന് വലിയൊരു ഗ്രൂപ്പ് ടൂറാണെന്നാ തോന്നുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം എല്ലോറ കേവിൻ്റെ ഭാഗത്ത് പോയപ്പോൾ അവിടുന്ന് ഒരുപാട് പേരെ കണ്ടായിരുന്നു. വളരെ അടുത്തിതാ നമ്മളെത്തി. ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു മുകൾ ഭാഗത്തേക്ക് നമുക്ക് കയറാം കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറാൻ പിന്നെ എക്സ്ട്രാ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. ആ ഒരു ടിക്കറ്റിൽ തന്നെ അതൊക്കെ ഇൻക്ലൂഡ് ആണ്. താജ്മഹലിൽ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ എക്സ്ട്രാ ടിക്കറ്റൊക്കെ എടുക്കണമല്ലോ. ഇവിടെ പിന്നെ അങ്ങനെയൊന്നുമില്ല, ഇതിലൂടെ കയറാം. ബീബി കാ മക്ബറ പണിതത് മാർബിൾ കൊണ്ടാണ്. ഇനി ഇത് നിർമ്മിച്ച ശില്പി ആരാണെന്ന് നോക്കാം. ആഗ്രയിലെ താജ്മഹൽ പണിതത് ഉസ്താദ് അഹമ്മദ് ലാഹോറാണ്. ഇവിടെ പണിതത് അദ്ദേഹത്തിൻ്റെ മകനാണ്. അതായത് പേര് വരുന്നത് അതാഉള്ള റുഷ്ദി ബിൻ അഹമ്മദ് അമർ എന്നാണ്. ബീബി കാ മക്ബറയുടെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ 1657 1661 ഇടയിലാണ് ഇത് പണി കഴിപ്പിച്ചെന്ന് പറയുന്നു. അതുപോലെ തന്നെ താജ്മഹൽ പണിതത് ഷാജഹാൻ തൻ്റെ ഭാര്യയായ മുംതാസിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും മകൻ തന്നെയാണ് ഔറംഗസേബ്. ഔറംഗസേബ് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് പണിതെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഔറംഗസേബിൻ്റെ മകനായ അസം ഷാ തൻ്റെ മാതാവിന് വേണ്ടിയിട്ടാണ് ഇത് പണിതെന്നും ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിലുണ്ട്. അതായത് ഈ ഒരു ശവകുടീരം വരുന്നത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ ഔറംഗസേബിൻ്റെ ഭാര്യ അല്ലെങ്കിൽ അതുപോലെ തന്നെ അസം ഷാൻ്റെ അമ്മ എന്ന് പറയാം ദിൽറാസ് ബാനു ബീഗത്തിൻ്റെതാണ്. ബീബി കാ മക്ബറയുടെ പുറത്തെ കാഴ്ച നമുക്ക് ആദ്യം കണ്ടിട്ട് വരാം, എന്നിട്ട് അകത്തേക്ക് കയറാം. ഒരുപാട് സ്കൂളിൽ നിന്നുള്ള കുട്ടികളൊക്കെയാണ് ഇത്തവണ ഇവിടെ വന്നിട്ടുള്ളത്. നമ്മൾ ആഗ്രയിൽ പോയിട്ടുണ്ടെങ്കിൽ ആ താജ്മഹലിൻ്റെ സമീപത്ത് യമുന നദിയാണല്ലോ. ഈ ഭാഗത്തു നിന്നൊക്കെ കാണുന്ന ഒരു കാഴ്ച ഇങ്ങനെയാണ്. നല്ല ഡിസൈനുകൾ തന്നെയാണ് ഇത് നിർമ്മിച്ചത്. ഇതൊരു വാതിലാണ്. പിന്നെ ഇവിടെയൊക്കെ ബാൽക്കണിയൊക്കെ കാണാം. പിന്നെ ഈ ഭാഗത്ത് വലിയ വലിയ മലനിരകളാണ്. പിന്നെ ഈ ഭാഗം വഴി നദിയോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. നമ്മൾ കയറി വരുന്ന ഭാഗത്ത് കണ്ടൊരു കാഴ്ചയില്ലേ, അതിൻ്റെ മറ്റൊരു രീതി. ആ മലനിരകളുടെ ഒരു കാഴ്ച ഇതാ ഇങ്ങനെയാണ്. അതിലൂടെയൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. കാരണം നമുക്ക് വേണമെങ്കിൽ ഇതിലൂടെയൊക്കെ നടന്നു പോകാനുള്ള വഴിയൊക്കെ ഉണ്ട്. എല്ലായിടത്തും നല്ല വൃത്തിയാണ്. അതിൻ്റെ ആ ഒരു പുറകു ഭാഗത്തു നിന്നുള്ള കാഴ്ച ഇങ്ങനെയാണ്. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഉണ്ട്. ഇതിലൊന്നും വെള്ളമില്ല. ദിൽറാസ് ബാനു ബീഗത്തിൻ്റെ ശവകുടീരം നമുക്കിനി ഇവിടുന്ന് കാണാം.
എത്ര കാശുകളാണ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടത് നോക്കിയേ. ഇവിടെ വന്നവരെല്ലാം ഇതിൻ്റെ അകത്തേക്ക് കാശ് വലിച്ചെറിയുന്നുണ്ട്. ഞങ്ങൾ ആ ഭാഗത്തു നിന്നൊക്കെ ഇറങ്ങി കേട്ടോ. ഇനി നേരെ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടൊരു വഴിയുണ്ട്. അതുവഴി കുറച്ചൊക്കെ നടക്കാം. നേരെ പുറത്തേക്ക് പോകുന്നില്ല. അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പം വന്നിട്ടുണ്ട്. ഇത് ഇങ്ങോട്ട് പോവാം. ഇതുവഴി ഇതാ ഇങ്ങനെ നടന്നു പോവാം. അതായത് ഇവിടുന്ന് നേരെ നടന്ന് ആ ഒരു ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡില്ലേ അവിടത്തേക്കും പോവാം. ശരിക്കും ഫോട്ടോഗ്രാഫിക്ക് പറ്റിയൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത്. ഏത് ഭാഗത്ത് നോക്കിയാലും നല്ല കിടിലൻ സീനറീസാണ്. ഇതിൻ്റെ മുൻഭാഗത്ത് നിന്നുള്ള കിടിലൻ, അതായത് ഏത് ഭാഗത്ത് പോയാലും നല്ല കാഴ്ചകൾ തന്നെയാണല്ലോ. നമ്മൾ അവിടെ നിന്നാണ് ഇപ്പോൾ ഇറങ്ങി വന്നത്. ഇപ്പോൾ 6 മണിയായ സമയം. ഇനിയിപ്പം നമുക്കധികം ഇവിടെ വന്നിരിക്കാൻ പറ്റില്ല. ഇവിടെയുള്ളവരെയൊക്കെ അങ്ങോട്ട് പറഞ്ഞേക്കുകയാണ്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി നേരെ പുറത്തേക്ക് പോവുകയാണ്. അതുവഴിയാണ് എക്സിറ്റ്. ഈ നഗരത്തിന്റെ പേര് ഇപ്പോൾ ഛത്രപതി സംഭാജി നഗർ എന്നാണ്. മുമ്പേ ഔറംഗാബാദ് എന്നൊരു പേരിലാണ് ഇത് അറിയപ്പെട്ടത്. അതിനു മുന്നേ പല പേരുകളിലും അറിയപ്പെട്ടിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് പറയുവാണെങ്കിൽ 1610 ഗഡ്കി എന്നൊരു ഗ്രാമമാണ് ഇത് ഉണ്ടായത്. ശേഷം ഫത്തേക്ക് നഗർ എന്നൊരു പേരിൽ അറിയപ്പെട്ടു. മൂന്നാമതാണ് ഔറംഗാബാദ് എന്നൊരു പേരിലേക്ക് വന്നത്. ഔറംഗാബാദ് എന്നൊരു പേര് വരാനുള്ള കാരണം പറയാം. അതായത് 1636 സമയത്തൊക്കെ ഇതൊക്കെ ഡെക്കാൻ മേഖലേന്റെ ഭാഗമായിരുന്നു. ആ ഡെക്കാൻ മേഖലേന്റെ ഈ ഒരു ഭാഗമൊക്കെ ഔറംഗസേബ് മുഗൾ സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു വൈസ്രോയി ആയിരുന്നു. അദ്ദേഹം ഇതൊക്കെ കീഴടക്കി ഉണ്ടായി. ശേഷം എന്താ പറയാ, ഈ പറഞ്ഞ ഡെക്കാനിലത് ഈ ഒരു ഭാഗമൊക്കെ ഈ മുഗൾ സാമ്രാജ്യത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ക്യാപിറ്റലാക്കി മാറ്റുകയും ചെയ്തു. അതേ സമയത്ത് അതായത് 1656 ഫത്തേക്ക് നഗറിൽ നിന്ന് ഈ പറഞ്ഞ ഔറംഗാബാദിലേക്ക് ഈ സ്ഥലത്തിന്റെ റീനെയിം വന്നത്. ശേഷം എന്ന് പറഞ്ഞാൽ ഈ സംഭാജി നഗറിലേക്ക് വരാനുള്ള കാര്യങ്ങളൂടെ പറയാം. അതായത് സംഭാജി ആരാണെന്ന് പറഞ്ഞാൽ നമ്മുടെ മറാത്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്ന് പറഞ്ഞത് ഛത്രപതി ശിവജി മഹാരാജാണ്. അതായത് ഛത്രപതി എന്ന് ഉദ്ദേശിക്കുന്നത് രാജാവിനാണ്. ഇതേപോലെ തന്നെ മറാത്ത സാമ്രാജ്യത്തിലെ 2ാമത്തെ ഛത്രപതി എന്ന് ഉദ്ദേശിക്കുന്നത് ശിവജിയുടെ മകനായ സംഭാജിയാണ്. ഏകദേശം 1780 മുതൽ 1789 വരെയാണ് ആ ഒരു ഭരണകാലം ഉണ്ടായത്. സംഭാജിയുടെ പേരിലാണ് ഈ ഒരു നഗരം അറിയപ്പെടാൻ വേണ്ടിയിട്ട് 1988 മുതൽ തന്നെ ഒരുപാട് എന്താ പറയാ നിർദ്ദേശങ്ങളൊക്കെ വരികയുണ്ടായി ശിവസേനയുടെ നേതൃത്വത്തിൽ. അങ്ങനെ 1995 ഈ പറഞ്ഞ ഇവിടുത്തെ കോർപ്പറേഷന്റെ പേര് മാറ്റുകയുണ്ടായി. തദ്ദേശ സ്ഥാപനം കൂടിയാണല്ലോ അത്. ശേഷം 2022 ശിവസേന നേതൃത്വത്തിലുള്ള മഹാരാഷ്ട്ര ഗവൺമെന്റ് ആണ് ജൂൺ 29 ഡേറ്റിൽ വരുന്ന സമയത്ത് ഈ പറഞ്ഞ ഒരു നഗരത്തിന്റെ പേര് ഔറംഗാബാദിൽ നിന്നും ഛത്രപതി സംഭാജി നഗറിലേക്ക് മാറ്റിയത്. ഇവിടെ ഒരുപാട് കടകളുണ്ട്. ചെറിയ ലഘു ഭക്ഷണങ്ങളൊക്കെ ഇവിടുന്ന് കഴിച്ചിട്ട് പോവാം. സമൂസയാണിത്. പിന്നെ ലീംബു പാനി, അതായത് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ട്. ഐസ്ക്രീം ഇപ്പൊ കഴിക്കാൻ പറ്റില്ല, കാരണം നല്ല തണുപ്പാണ് ഈ സമയത്ത്. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇതാ ഇവിടെ ഉണ്ട് കേട്ടാ. പിന്നെ തൊപ്പി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇതാ ഈ ഭാഗത്ത് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ ഒരു പാർക്കിംഗ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് സെൻട്രൽ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകണം. വണ്ടി കിട്ടുമോ നോക്കട്ടെ, അല്ലേ പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് തന്നെ പോകേണ്ടി വരും. നേരെ ഈ വഴി തന്നെയാണ് പോകേണ്ടത്. നമുക്കെന്നാൽ ഈ ഒരു ബസ്സിന് പോവാം. ഇതിപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. എന്തായാലും ഇതിനിപ്പോൾ തിരിച്ചു പോകുമല്ലോ. ഈ ബസ്സിൻ്റെ ഭാഗത്തേക്ക് പോയി നോക്കാം. ഇതങ്ങോട്ട് പോവുകയാണേ. അവിടെ പോയിട്ട് ഇനി തിരിച്ചു വരുന്നത് നമുക്ക് നോക്കാം. ഞങ്ങളിത് സർവീസുള്ള ബസ് എന്നാണ് വിചാരിച്ചത്. ഇത് കുട്ടികളൊക്കെ കൊണ്ടുവരുന്ന വണ്ടിയാണ്. ഇതാ ഇനിയും ബസ് വരികയാണ്. ഇനി എന്തായാലും ഇവിടുന്ന് ഷെയർ വണ്ടി കിട്ടുമോ നോക്കാം. 3 വണ്ടിയാണ് ഇപ്പോൾ ഒരേപോലെ ഇവിടത്തേക്ക് വന്നത്. ബസ് ഉണ്ടെങ്കിൽ ചെറിയ പൈസക്ക് തന്നെ എത്തായിരുന്നല്ലോ. തിരിച്ചിനി ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകാൻ ഒരു ഷെയർ ഓട്ടോ കിട്ടി. ഇപ്പോൾ 2 പേർക്കും കൂടെ 60 രൂപ. അതായത് നമ്മൾ ഇങ്ങോട്ട് വന്നത് 100 രൂപ കൊടുത്തിട്ടാണല്ലോ സ്പെഷ്യലാക്കി വന്നത്. ഷെയർ ചെയ്ത് വരുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അതായത് ഒരാൾക്ക് 30 രൂപയേ ഉള്ളൂ. ഛത്രപതി സംഭാജി നഗറിൻ്റെ രാത്രി കാഴ്ച.
ശരിക്കും ഇവിടെയൊക്കെ നല്ല അടിപൊളി റോഡുകളാണ്. രാത്രിക്ക് യാത്ര ചെയ്യാൻ നല്ല രസമാണ്. ഈ ലൈറ്റും ഇപ്പോൾ കൂടുതലും ഓട്ടോകൾ തന്നെയാണ് ഇവിടെ. ഈ വണ്ടിയിലാണ് നമ്മൾ വന്നത്. നേരിതാ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ തന്നെ ഇറക്കി. ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് നല്ല റെസ്റ്റോറൻറ്റുകളൊക്കെ കുറവാണ്. അതുകൊണ്ട് ഞങ്ങളിന്ന് രാത്രിക്ക് സൊമാറ്റോ വഴിയാണ് ബുക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ബുക്ക് ചെയ്ത ഭക്ഷണം ഇതാ കറക്റ്റ് ഓൺ ടൈമിന് എന്നെ കൊണ്ടുവന്ന് തന്നു. ഇവിടുന്ന് ഞങ്ങളിപ്പോൾ ഓൺലൈൻ വഴി ഫുഡ് വാങ്ങിക്കാനുള്ള പ്രധാന കാരണം ഈ ഭാഗത്തെ വൃത്തിക്കുറവ് കൊണ്ടാണ്. പിന്നെ ഈ സിറ്റിയിൽ നോൺ വെജ് ഒക്കെ ഇഷ്ടം പോലെ കിട്ടും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പോയി കണ്ടില്ലേ, ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ മുഗളായ ഒരു നിർമ്മിതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ഈ പറഞ്ഞ നഗരത്തിൽ തന്നെ ഒരുപാട് മുഗളായിട്ടും അതുപോലെ തന്നെ ഔറംഗസീബുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ എല്ലോറ കേവിലൊക്കെ പോകുന്ന വഴി തന്നെയാണ് ദൗലത്താബാദ് എന്നൊക്കെ വരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ ദൗലത്താബാദ് ഫോർട്ട് ഒക്കെ ഉണ്ട്. അത് പറഞ്ഞാല് പഴയ ഭരണപരം, അതായത് ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലെ ഒരു മിനിമം ഇമ്പോർട്ടന്റ് ആയ ഒരു സ്ഥലം കൂടിയാണത്. ഇനിയിപ്പോൾ അടുത്ത ദിവസം ഞങ്ങൾ രാവിലെ തന്നെ തിരിച്ച് മുംബൈയിലേക്ക് പോവുകയാണ്. അതിന്റെ കാഴ്ചകളാണ് അടുത്ത ദിവസത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു ദിവസം കൊണ്ടുവന്നിരിക്കും. ബൈ ബൈ.